ഇന്ന് നമ്മൾ പറയുന്നത് പാലിനെ സംബന്ധിച്ചാണ്. പശുവിൻ പാല്, ഒട്ടകപ്പാല്, ആടിൻ പാൽ, ഇങ്ങനെ 3 വിധം പാലുകളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഭക്ഷണത്തിന് പകരമായതും പാനീയത്തിന് പകരമായതുമായി പാലിനേക്കാൾ ഉത്തമമായ മറ്റൊന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. അബൂദാവൂദ്, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പാല് വളരെ ഉത്തമമായ ഒരു ഘടകമാണ് എന്ന്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ B2, വൈറ്റമിൻ ഡി അഥവാ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും പേശികളുടെ വളർച്ചയ്ക്കും ഹൃദയാരോഗ്യത്തിനും കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഇത് അത്യുത്തമമാണ് എന്ന് പറയപ്പെടുന്നു. ആടിൻ്റെ പാല് കറന്ന ഉടനെ കുടിക്കൽ ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുകയും കുടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ പശുവിൻ പാൽ കുടിക്കുക. കാരണം അത് എല്ലാത്തരം ചെടികളിൽ നിന്നും ഭക്ഷിക്കുകയും എല്ലാ രോഗത്തിനുമുള്ള ശമനം പശുവിൻ പാലിലുണ്ട് എന്ന് ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഔഷധ ചെടികളും മറ്റുമൊക്കെ തിന്ന് മേഞ്ഞു നടക്കുന്ന പശുക്കളുടെ പാല് അത്യുത്തമമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആരെങ്കിലും പാൽ കുടിക്കാൻ നൽകിയാൽ അത് മടക്കുന്നത് തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അവിടെ നിന്ന് പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾ മടക്കാൻ പാടില്ലാത്തതാണ്. ഒന്ന്, കടക്കാനൊരു ഇടം കാണിച്ചു തന്നാൽ, അഥവാ തലയണ. അതുപോലെ തന്നെ പെർഫ്യൂമുകൾ, സുഗന്ധ ദ്രവ്യങ്ങൾ, അത്തർ, അതുപോലെ പാല്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും തരികയാണ് എങ്കിൽ വേണ്ട എന്ന് പറയരുത്, അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു. പാലുകൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ തരം വൈറ്റമിൻസുകൾക്കും ഉത്തമമാണ്. അവിടെ നിന്ന് പറഞ്ഞല്ലോ, പാല് ഭക്ഷണമായിട്ടും ഉപയോഗിക്കാം, പാനീയമായിട്ടും ഉപയോഗിക്കാം. ഭക്ഷണത്തിൻ്റെ എഫക്റ്റും പാനീയത്തിൻ്റെ എഫക്റ്റും, അഥവാ വയറ് നിറയാനും ദാഹം തീരാനും പാല് ഉത്തമമാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകണം. കാരണം പാലിൽ കൊഴുപ്പുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പാല് കുടിച്ചാൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് വീണ്ടും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് എന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ, ഇതിൽ ഞങ്ങൾക്ക് നീ അഭിവൃദ്ധി അഥവാ ബർക്കത്ത് നൽകണമേ. ഇതിനേക്കാൾ ഉത്തമമായത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ എന്ന് അർത്ഥം വരുന്ന വാക്യങ്ങൾ പാല് കുടിച്ച ഉടനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാല് കിട്ടിയാൽ നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് പാല് കഴിച്ചു കഴിഞ്ഞാൽ കഫദോഷം ഉണ്ടാകാറുണ്ട്. ഈ കഫദോഷം ഇല്ലാതിരിക്കാനുള്ള നല്ലൊരു റെമഡിയാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്ലാസ് പാല് അത്ര വെള്ളവും ചേർത്തിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് അതിനെ തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് തണുത്താൽ പാട നീക്കിയിട്ട് അത് കഴിക്കുക. എന്നാൽ അതിൻ്റെ കട്ട് അഥവാ അതിൻ്റെ ഒരു ടോക്സിൻ ഒഴിവാക്കുകയും അത് തനിയെ നമുക്ക് കുടിക്കുകയും ചെയ്യാം.
ഇതുകൊണ്ട് ശരീരത്തിന് നല്ല പോഷകാഹാരങ്ങളാണ്, പാനീയമാണ്, ഭക്ഷണമാണ്. ആയതുകൊണ്ട് നമ്മൾ പാല് എല്ലാവരും കുടിക്കാൻ ശ്രദ്ധിക്കുക. അസുഖങ്ങൾ മാറട്ടെ. വീണ്ടും കാണാം.